بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധിക മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ആദ്യമായി ദുആ ചെയ്യുകയാണ്. സുജൂദ് എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിൻ്റെ ഒരു വിശകലനത്തിൻ്റെയും പഠനത്തിൻ്റെയും വഴിയിലാണ് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ അവതരണം ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലും മനുഷ്യൻ അറിഞ്ഞ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലും സുജൂദിന്റെ സ്ഥാനം വല്ലാത്തത് തന്നെയാണ്. സുജൂദ് ചെയ്തത് അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ, ആ സുജൂദിനെ റബ്ബ് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ, പരിഗണിക്കപ്പെട്ടിട്ടുള്ള ആ സുജൂദുകളെ ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്തിട്ടും ഉണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ സുജൂദിനെ വല്ലാതെ ആസ്വദിച്ചവരായിരുന്നു. സുജൂദ് കൊണ്ട് ജീവിതത്തിന്റെ ഐശ്വര്യങ്ങളെ നേടിയവരായിരുന്നു. അങ്ങനെ ഒരു അത്ഭുതം തീർത്ത ജീവിതങ്ങളായതുകൊണ്ട് അവരുടെ വരവിന്റെ എത്രയോ കാലം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ ഇങ്ങനെ ഉള്ളവരാകും എന്ന്, അല്ലെങ്കിൽ അവരുടെ അടയാളം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് എന്ന് പൂർവ പ്രമാണങ്ങളിൽ, പൂർവിക സമൂഹങ്ങളുടെ കിതാബുകളിൽ, തൗറാത്തിലും ഇഞ്ചീലിലും പോലെയുള്ള മറ്റു അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് കൊടുത്ത വിവരങ്ങളിൽ ഈ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? അവർ ആസ്വദിച്ച്, അവർ താല്പര്യത്തോടുകൂടെയും ആഗ്രഹത്തോടുകൂടെയും റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ച സാഷ്ടാംഗത്തെ അള്ളാഹു കബൂലാക്കിയതാണ്. പരിശുദ്ധമായ ഖുർആൻ അത് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശ്ദാഉ അലൽ കുഫാർ رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل. സൂറത്തുൽ ഫത്ഹിന്റെ 29-ാമത്തെ ആയത്ത്. അറബി ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും ഈ ആയത്തിലുണ്ട്. ഒരായത്തിലാണ് അറബി ഭാഷയുടെ എല്ലാ അക്ഷരവും ഉള്ളത്. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ വർണ്ണിക്കാം. മുത്തുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബികളും കൂടെയുള്ളവർ അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്നവരും പരസ്പരം അളവറ്റ കരുണബോധമുള്ളവരും ഒക്കെയാണവർ. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അല്ലാഹുവിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ തൃപ്തിയും മാത്രം മനസ്സിൽ കരുതിയിട്ട് ധാരാളം സുജൂദുകളും റുകൂഉകളും നിർവഹിക്കുന്ന നിസ്കാര നിർവഹണത്തിലെ വലിയ ഉത്സാഹമുള്ള ആളുകളായി അവരെ വിലയിരുത്താൻ കഴിയും. സീമാഹും ഫി വുജൂഹിഹിം, അവരുടെ കുറെ നന്മകൾ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ പറയാ, അവരുടെ മുഖത്ത് കാണുന്ന ഒരു അടയാളമുണ്ട്. മിൻ അഥരി സുജൂദ്, സുജൂദ് ചെയ്തതിന്റെ ഒരു വെളിച്ചമാണ് അവരെ തിരിച്ചറിയാനുള്ള അടയാളം. അത് വെറുതെ പറയലല്ല. ദാലിക മസലുഹും ഫിത് തൗറാഹ് വമസലുഹും ഫിൽ ഇൻജീൽ, അവർ വരുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പെന്ന് പറയാം, അവരുടെ ഉപമ തൗറാത്തിലും ഇഞ്ചീലിലും പ്രതിപാദിച്ചു പോയിട്ടുണ്ടേ.
അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സുജൂദ് ചെയ്തു എന്ന കാരണം അള്ളാഹു പരിഗണിച്ച് പൂർവികരിൽ പോലും വരാനുള്ളവരെ കുറിച്ചുള്ള വിവരം അള്ളാഹു കൊടുത്തു എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ കർമ്മം സർവ്വ സൃഷ്ടികളും പങ്കാളിത്തം അറിയിച്ചിട്ടുള്ള കർമ്മമാണ്. ഏത് കർമ്മം? അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്ന കർമ്മം സർവ്വ സൃഷ്ടികളും അവരുടെ പങ്കാളിത്തം അതിൽ അറിയിച്ചിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു തആല തന്നെ പറയുന്നുണ്ടല്ലോ, സർവ്വ സൃഷ്ടികൾക്കും ഇതിൽ പങ്കാളിത്തമുണ്ട്, മനുഷ്യരിൽ ഒരു ഭാഗം മാറി നിൽക്കുന്നു എന്നല്ലാതെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. പരിശുദ്ധ ഖുർആൻ കാണുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? തീർച്ചയായും അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇവിടെ സുജൂദ് സമർപ്പിക്കുന്നുണ്ട്. മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടി ചരാചരങ്ങളും. എന്നിട്ട് എടുത്തു പറഞ്ഞു, വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. സൂര്യനും ചന്ദ്രനും സർവ്വ നക്ഷത്രങ്ങളും പർവ്വത കൂമ്പാരങ്ങളും വടവൃക്ഷങ്ങളും ചെറിയ ചെറിയ ചെടിത്തണ്ടുകളും എന്തിനേറെ വദ്ദവാബ്, മൃഗങ്ങൾ, നാൽക്കാലികൾ, ഇഴജന്തുക്കൾ. വകസീറും മിനന്നാസ്, എല്ലാ മനുഷ്യരുമില്ല, കുറെ അധികം മനുഷ്യരും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, ചെയ്യും, ചെയ്തു അല്ല, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവരൊക്കെ നിരന്തരം അങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. എത്ര ചെയ്തു നമ്മള്? കുറവല്ലേ? ഇനി കേട്ടോളൂ, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മിൻ ദാബത്തി വൽ മലായിക വഹും ലാ യസ്തക്ബിറൂൻ യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. അള്ളാഹുവിനെ ഭയന്ന് സുജൂദ് ചെയ്യുന്നു. ആസ്വാദനവുമുണ്ട്, ഭയവുമുണ്ട്. അള്ളാഹുവിന് വേണ്ടി അങ്ങനെ സുജൂദ് ചെയ്യുന്നവർ ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവസൃഷ്ടി ചരാചരങ്ങൾ, വൽ മലായിക, റബ്ബിന്റെ മഹാന്മാരായ മലക്കുകൾ, വഹും ലാ യസ്തക്ബിറൂൻ, അവർക്ക് യാതൊരുവിധ കിബറും ആ കാര്യത്തിൽ ഇല്ല. കിബറുള്ള ആൾ ഇബ്ലീസായിരുന്നു. കിബറുള്ളത് നമ്മളൊക്കെയാണ്. വലിപ്പം തോന്നാറില്ല. അള്ളാന്റെ മുന്നിലേക്ക് അവർ വിനയം പ്രകടിപ്പിക്കുക. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവർക്കും ഇതേ ഒരു അള്ളാഹുവിന്റെ അധികാരമുണ്ട് എന്ന പേടിയാ. അവർക്ക് മുകളിൽ ഒരു അള്ളാഹുവിന്റെ അധികാരവും റബ്ബിന്റെ നിയന്ത്രണവും ഉണ്ടെന്ന പേടിയ മലക്കുകളെ പോലും ഈ സുജൂദ് ചെയ്യിച്ച പ്രേരണ എന്ന് ഖുർആൻ. ഇവിടെ അങ്ങനെയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. ഇതിന്റെ എത്രയോ ആയത്തുകളാണ്. വന്നജ്മു വശ്ശജറു, നമ്മളുടെ വീടിന്റെ പരിസരത്തൊക്കെ അലക്ഷ്യമായി ഇങ്ങനെ പടർന്നു പോകുന്ന ചെറിയ ചെറിയ പടർന്നു പിടിക്കുന്ന തണ്ടുകളുണ്ട്, ചെറിയ ചെടികൾ. വശ്ശജറു, വലിയ മരങ്ങള്. യസ്ജുദാൻ, രണ്ടും ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്ര സൃഷ്ടികളെ അള്ളാഹു പറഞ്ഞത്. സുജൂദിന്റെ സ്ഥാനം മണ്ണ് തിന്നില്ല മോമിനെ. സുജൂദ് ഒരു വല്ലാത്ത കർമ്മമാണ്. സുജൂദിന്റെ സ്ഥാനം മണ്ണ് തിന്നൂല. പ്രത്യേകിച്ച് നെറ്റിയുടെ ഭാഗത്ത് സുജൂദിന് വേണ്ടിയിട്ട് അങ്ങനെ അടയാളം മനഃപൂർവ്വം ഉണ്ടാക്കണ്ട, യാദൃശ്ചികമായിട്ടൊക്കെ വരാറുണ്ട്. നെറ്റിയുടെ ഭാഗം നമ്മൾ നിലത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് മണ്ണിലാ വെക്കുന്നത്. അതിന്റെ മുകളിൽ പല പരവതാനികളും മുസല്ലകളും ഒക്കെ ഉണ്ടെങ്കിലും വച്ചത് അതിന്റെ നേരെ താഴെയുള്ള മണ്ണിൽ എന്ന പരിഗണനയാണ്. നമ്മൾ വെച്ചത് ഒരു മുസല്ലയുടെ മുകളിലാണ് നെറ്റി.
അവിടെ അല്ലെങ്കിൽ ടൈൽ ഉണ്ടാകും, മാർബിൾ ഉണ്ടാവും, അതിന്റെ താഴെ മണ്ണ് എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ താഴേക്ക് കുഴിക്കുമ്പോൾ. ഈ ശിരസ് ബന്ധപ്പെട്ടത് ആ മണ്ണിനോടാ. നീ മണ്ണല്ലേ, നിന്റെ ശരീരത്തിൽ മണ്ണ് പുരളേണ്ടതല്ലേ? മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടക്കുന്നു പിന്നെ. ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയിരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. മണ്ണാണല്ലോ, മണ്ണ് പുരളേണ്ട ശരീരം സുജൂദിലേക്ക് ഞെറ്റിവെക്കുമ്പോ പരിഗണിക്കപ്പെടുന്നത് താഴെയുള്ള മൺതരികളെയാണ്. ഒരു ഹദീസ് കേട്ടോളാൻ. നബി ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി തഅകുലുൻ നാർ ബന ആദമ ഇല്ലാ അഥറസ് സുജൂദ്. ജീവിതത്തിൽ അല്ലാഹു കബൂലാക്കിയ ഒരു സുജൂദ് ഉണ്ട്, പക്ഷെ ആ ഒരു സുജൂദ് കൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ളതൊന്നും നേടിയിട്ടില്ല. നരകം ഉറപ്പായ ആളാ. നന്മയും തിന്മയും തൂക്കുമ്പോ നന്മയ്ക്ക് ഭാരം കൂടുതലുണ്ടായാലാണല്ലോ സ്വർഗത്തിൽ പോവാ. പക്ഷെ ഇവന്റെ ഏടില് സുജൂദ് ഒന്നുണ്ട്. അവൻ നരകത്തിൽ പോകേണ്ടവനാണ്. അങ്ങനെ അവൻ നരകത്തിൽ പോകേണ്ടി വരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിനെ ഹറാമാക്കിയിട്ടുണ്ട്. ആ ശരീരത്തിലെ സുജൂദിന് വെച്ച ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ തീയെ നീ സ്പർശിക്കരുതെന്ന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അഥറസ് സുജൂദ്. അപ്പൊ നരകത്തിന് ആ ആഹ്വാനം കേൾക്കുമ്പോ ആ ശരീരത്തെ കരിക്കാനും ആ ശരീരത്തെ തീയാൽ വിഴുങ്ങാനും കഴിയാതെ വരുമ്പോൾ ഫയഖ്റുജൂന മിനന്നാർ, ആ വിഭാഗം നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരലല്ലാതെ നിർവാഹമില്ല. അങ്ങനെയുണ്ട്, തീയിട്ട് കത്തിക്കുമ്പോ ചിലത് കത്തൂല, കത്താതെ പുറത്തു വരാ ഈ സുജൂദിന്റെ ഒരൊറ്റ വെളിച്ചം അവിടെ ഉള്ളതുകൊണ്ട്. നരകത്തിലേക്കാ പോയത്, പക്ഷെ പുറത്തേക്ക് കടന്നു വരേണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫയഖ്റുജൂന മിനന്നാർ ഖദിം തഹസൂ ഫയുസബ്ബു അലൈഹിം മാഉൽ ഹയാ. അവർ നരകത്തിൽ പോവണ്ടവെന്ന്, പക്ഷെ സുജൂദിന്റെ ഒരു അടയാളം. സുജൂദ് കൊണ്ട് സ്വർഗം വാങ്ങാനുള്ള ഭാരമൊന്നും മീസാനിൽ ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ സുജൂദ് ഉണ്ട്, കബൂലായതാ. തിന്മ അതിലേറെ ഉള്ളത് കൊണ്ട് നരകത്തിൽ പോവണ്ടവെന്ന്. ആ ചടങ്ങിന് അവർ പോയി. അവിടെ ചെന്നപ്പോ നരകത്തിന് നിയമം കൊടുത്തിട്ടുണ്ട്, സുജൂദ് ചെയ്ത വെളിച്ചം നെറ്റിയിലുള്ള ആളുകളെ നിനക്ക് തൊടാൻ അനുവാദമില്ല. നരകം ഒന്ന് കരിക്കാനും വിഴുങ്ങാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു. അവസാനം അവിടെ നിന്ന് പുറത്തേക്ക് പോരേണ്ട വന്നു. പുറത്തേക്ക് തട്ടി. ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ നരകത്തിൽ പോയതല്ലേ. അപ്പോഴുണ്ട് മാഉൽ ഹയാത്ത്, സ്വർഗത്തിന്റെ വെള്ളം. അതങ്ങോട്ട് ഒഴിച്ചു, ജീവൻ, പുതുജീവൻ കിട്ടാൻ, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ. എന്നിട്ട് സ്വർഗത്തിലേക്ക് വിടുമെന്ന് പുണ്യ നബി. അല്ലാഹുവേ, നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പോവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. സുജൂദ് അങ്ങനെയാ. മഹാനായ ജമാലുദ്ദീൻ അഹ്മദ് ബിൻ മൂസ ബിൻ താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റയുടെ 673-ാമത്തെ വർഷം വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിന്റെ സഹ്റത്ത് റിയാദ് വ നസ്ഹത്തുൽ മുർതാദ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഇതിലൊരു സംഭവം പറയുന്നുണ്ട്, ഒരു ഖബർ പറയുന്നുണ്ട് മഹാനവറുകൾ. അതായത് ഖിയാമത്ത് നാൾ വരുമ്പോ അല്ലാഹു തആല അവന്റെ സൃഷ്ടികളെ മുഴുവനും ഖബറിൽ നിന്നും, അങ്ങനെയാണല്ലോ, വനുഫിഖ ഫിസ്സൂർ فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. അശ്റയിലേക്ക് പായും. ഖബറിൽ നിന്നും എഴുന്നേറ്റ് വരുമ്പോൾ മഹ്ശറയിലേക്ക് പായുന്ന രംഗം. ആ സമയത്ത് മഹാന്മാരായ മലക്കുകൾ ഈ ഖബറാളിയുടെ സമീപത്തേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറാണ് എങ്കിൽ അവിടെ മഹാന്മാരായ മലക്കുകൾ എത്തിയിട്ട് അയാളെ റെഡിയാക്കും മഹ്ശറയിലേക്ക് പോകാൻ വേണ്ടി. എങ്ങനെ? അത് മണ്ണിൽ വെച്ച ശരീരമല്ലേ, മണ്ണുണ്ടാവുമല്ലോ, അതാണല്ലോ അതിന്റെ സ്വാഭാവികത. ആ കഫൻ പുടവയൊക്കെ ചെതല് തിന്നിട്ട്, അല്ലെങ്കിൽ കഫൻ പുടവ ചെതല് തിന്നില്ലെന്നല്ലോ വെച്ചു, ഖബർ ഇടിഞ്ഞു വീണ ആ മണ്ണും അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ ചെല്ലും. അപ്പോഴുണ്ട് ശരീരത്തിലെല്ലാ മണ്ണും ഒറ്റ കൊടയലിനും കൊട്ടലിനും പോയി. പക്ഷേ നെറ്റിയിൽ മണ്ണുണ്ട്. ആ മണ്ണ് തുടച്ചിട്ടും തൂത്തിട്ടും പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സുജൂദിന് നെറ്റി വെക്കുന്നത് മുസല്ലയിലാണെങ്കിൽ പോലും
അതിന്റെ താഴേക്ക് ഇറങ്ങി ചൊല്ലുമ്പോൾ എത്രയാണോ മണ്ണുള്ളത് ആ മണ്ണാണ് അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷിയാവാ, അതാണ് പരിഗണിക്കപ്പെടാ. മലക്കുകൾ ഈ ശരീരത്തിലെ മണ്ണൊക്കെ തട്ടിക്കുടഞ്ഞ് കളഞ്ഞപ്പോ ഞെട്ടിയിലെ മണ്ണ് കളഞ്ഞിട്ട് പോകുന്നില്ല. വയംസഹൂന റൂസഹും മിനത് തുറാബ്, ആ സമയത്ത് ഫയന്തതിറു തുറാബു മിൻഹും ഇല്ലാ മിൻ ജിബാഹിഹിം മവാദിഅ സുജൂദിഹിം, സുജൂദിന്റെ ഇടമായ നെറ്റിയുടെ ഭാഗത്തെ മണ്ണൊന്നും പോകുന്നില്ല, ബാക്കിയെല്ലാ മണ്ണും പോയി. ഫതംസഹുൽ മലായികതു തിൽകൽ മവാദിഅ ഫലാ യദ്ഹബു തുറാബു മിൻഹാ, അപ്പോഴുണ്ട് മലക്കുകൾ അവിടെ തട്ടിക്കൊടയുന്നു, ശക്തമായി അവിടെ തൂത്തുകളയുന്നു, പോകുന്നില്ല. ഫയുനാദി ലഹും, അപ്പോൾ മലക്കുകൾക്ക് വിവരം കൊടുക്കും, യാ മലായികതി ലൈസ ദാലിക തുറാബു മിൻ ഖുബൂരിഹിം, തട്ടിക്കുടഞ്ഞു കളഞ്ഞപ്പോൾ ആ ശരീരങ്ങളിൽ നിന്നും താഴേക്ക് വീണ മണ്ണുകൾ അതാ ഖബറിലെ മണ്ണ്, നെറ്റിത്തടത്തിലെ മണ്ണ്, ഖബറിൽ നിന്ന് കിട്ടിയ മണ്ണല്ല. ആ മണ്ണ് ഇന്നമാ ഹുവ തുറാബു മഹാരീബിഹിം, അവരുടെ മിഹ്റാബുകളിലെ മണ്ണാണ്, അവർ സുജൂദിന് ഇടം കണ്ടോടുത്ത മണ്ണാണ്. ദഊഹു അലൈഹിം, ആ മണ്ണ് തട്ടിക്കളയേണ്ടതില്ല, അതവിടെ ഇരുന്നോട്ടെ. ഹത്താ യഅബിറുസ്റാ വയദ്ഖുലുൽ ജന്ന, ആ മണ്ണ് അവിടെ ഉണ്ടെങ്കിൽ ആ സിറാത്ത് കടക്കാൻ പറ്റൂ, ആ മണ്ണ് അവിടെ ഉണ്ടെങ്കിൽ ആ സ്വർഗത്തിലെത്താൻ പറ്റൂ. അള്ളാഹു വിവരം കൊടുക്കും. ഹത്താ, എത്രത്തോളം, ഇന്നമൻ നളറ ഇലൈഹിം, ഈ വിഭാഗം ആളുകൾ നെറ്റിയിൽ മണ്ണുള്ളവർ മഹ്ശറയിൽ വന്നു നിൽക്കുമ്പോൾ അവരിലേക്ക് മറ്റുള്ളവർ തുറിച്ചു നോക്കുമ്പോൾ യഅരിഫു, ആ നോക്കുന്നവന് മനസ്സിലാകും, അന്നഹും ഖവാസു ഇബാദി, അല്ലാഹുവിന്റെ ഏതോ ഒരു പ്രത്യേക വിഭാഗക്കാരായ, റബ്ബിന്റെ പ്രധാന സ്നേഹം കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗക്കാരാണവർ. കാരണം അവരുടെ നെറ്റിത്തടത്തിലെ മണ്ണിങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. ഇങ്ങനെ ഒരു അത്ഭുതത്തിന് വേണ്ടി ആ മണ്ണവിടെ ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാ. ജമാലുദ്ദീൻ അഹ്മദ് ബിൻ മൂസ ബിൻ താവൂസ് എന്നവർ വലിയ മഹാനും സൂഫിയാണ്. ഹിജ്റയുടെ 673 വഫാത്തായ മഹാൻ. അദ്ദേഹത്തിന്റെ സഹറത്ത് റിയാലി വ നസ്ഹത്തുൽ മുർതാദ് എന്ന കിതാബിൽ ഇങ്ങനെ ഒരു ഖബർ കാണാം. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. സുജൂദില്ലാതെ ഒരു പരിപാടി നടക്കൂല. അള്ളാഹുവിന്റെ ഹബീബിനെ പോലും ഈ സുജൂദാൽ പരിഗണിക്കാണല്ലോ, ഈ സുജൂദിനാലാ പരിഗണിക്കുന്നത്. ഇമാം ബുഖാരി എത്ര വട്ട ഹദീസ് പറഞ്ഞിട്ടുള്ളത്, ഇമാം മുസ്ലിം പറഞ്ഞിട്ടുണ്ടല്ലോ. മഹ്ശറയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന പല ഉദ്ധരണികളുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന ഉദ്ധരണിയുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാൾ വന്നു കഴിയുമ്പോൾ ആ ഖിയാമത്ത് നാളിന്റെ ഭയവിഹ്വലതയിലും എനിക്ക് അല്ലാഹു നേതൃത്വത്തിന്റെ പദവി തന്നിട്ടുണ്ട്. അന സയ്യിദുൻ നാസ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളുടെ നേതാവ് ഞാൻ തന്നെയാണ്. ഞാൻ നേതാവായിട്ടെന്താ, എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും സൃഷ്ടികൾ പാഞ്ഞു പാഞ്ഞു ചെല്ലും, ഓടി ഓടി ചെല്ലും. ആ സമയം എല്ലാവരും കൈയൊഴിയും, അവരെ കൊണ്ട് സാധിക്കില്ല ഈ വിഭൽഘട്ടത്തിൽ കൈപിടിച്ചുയർത്താൻ. എന്റെ അടുത്ത് വരും, ഞാൻ സയ്യിദാണല്ലോ, ഖിയാമത്ത് നാൾ എന്റെ സയ്യിദാണല്ലോ, എന്റെ അടുത്ത് വരും. ആ സമയം എനിക്കും കഴിയാതെ പോകുമോ? അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഞാൻ അങ്ങനെ അർശിന്റെ ചുവട്ടിലേക്ക് എത്തും. അർശിന്റെ ചുവട്ടിൽ അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ഞാൻ സുജൂദിൽ കിടക്കും. പിന്നെ അള്ളാഹു എന്നിലേക്ക് വെളിവാകും. അള്ളാഹു എന്നോട് പറയും യുഖാലു യാ മുഹമ്മദ് ഇർഫഇ റഅസക അലാ ഹദിൻ ഇർഫഇ റഅസക സൽ തുഅത, തല ഉയർത്തു സുജൂദിൽ നിന്ന് ചോദിച്ചോളൂ ഞാൻ തന്നേക്കാം. തല ഉയർത്തു സുജൂദിൽ നിന്നും ചോദിച്ചോളൂ ഞാൻ തന്നേക്കാം. വസ്ഫഅതു ശഫഅ, അങ്ങ് ശഫാഅത്ത് ചെയ്തോളൂ, ശഫാഅത്ത് സ്വീകരിക്കപ്പെട്ടേക്കാം. ഫഅർഫഉ റഅസി, അങ്ങനെ വരുമ്പോൾ ഞാൻ എന്റെ ശിരസ് ഉയർത്തും. ആ സമയം ഞാൻ വിളിച്ചു പറയുന്നത് ഉമ്മത്തി യാ റബ്ബി, ഉമ്മത്തി യാ റബ്ബി, ഉമ്മത്തി യാ റബ്ബി 3 വട്ടം പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അപ്പൊ പറയും, നബിയേ യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മത്തിക മല്ലാ ഹിസാബ അലൈഹിം, ആദ്യം തന്നെ അങ്ങയുടെ ഉമ്മത്തിൽ നിന്നും ഹിസാബ് ഒഴിവായ ആളുകളുണ്ട്, അവരെ കൊണ്ട് സ്വർഗത്തിലേക്ക് വിട്ടോളൂ എന്ന് മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്
സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. അപ്പൊ എന്തിനാണ് ഞാനിത് പറഞ്ഞത്? മഹ്ശറയിലെ നേതാവ് പോലും സുജൂദ് കൊണ്ട് കാര്യം നേടാണ്. സുജൂദ് അവിടെ വേണം, ഇല്ലാതെ പറ്റൂല. സുജൂദ് എന്ന് പറയുന്ന കർമ്മത്തിന്റെ ശാസന, അതിന്റെ തക്ലീഫ്, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്താൽ അള്ളാഹു നമ്മെ മുഖവലക്കെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലം ഭൂമിയാ, ദുനിയാവ. അത് കഴിഞ്ഞ് മഹ്ശറയിലെത്തിയിട്ട് സുജൂദ് എന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്. അത്രത്തോളം റബ്ബിനോട് ഏറ്റവും അടുപ്പുള്ള ആള് പോലെ മഹ്ശറയില് കൊടുത്തേക്കാമെന്ന് പറഞ്ഞത് പോലും വീണ്ടും ചോദിക്കാൻ, വീണ്ടും അടുപ്പം കാണിക്കാൻ, വീണ്ടും വീണ്ടും സുജൂദ്. മഹ്ശറയിലും സുജൂദ്. ഭൂമിയിലെ സുജൂദ് അള്ളാഹുലേക്ക് അടുപ്പിക്കല്ലേ, മഹ്ശറയിലെ സുജൂദ് മാത്രമല്ലല്ലോ. ആർക്കും സാധിക്കൂലോ. റബ്ബിനോട് വേഗത്തിൽ അടുക്കാൻ സുജൂദ് തന്നെ ഏറ്റവും എളുപ്പം. റബ്ബിനോട് വേഗത്തിൽ അടുക്കാൻ സുജൂദ് തന്നെയാണ് ഏറ്റവും എളുപ്പം. ഞാൻ അവസാനിപ്പിക്കാൻ വേഗം പറയാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, സ്വഹീഹ് മുസ്ലിം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി, ഒരടിമ അവന്റെ റബ്ബിനോട് അടുക്കുന്ന കാര്യം എന്നല്ല പറഞ്ഞത്, ഏറ്റവും അടുക്കുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് ഇനി അടുക്കാൻ ഇല്ലേ? അടിമ റബ്ബിനോട് ഏറ്റവും അടുക്കുന്നത് വഹുവ സാജിദുൻ, സുജൂദിലായിരിക്കെ ആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുജൂദിലായിരിക്കെയാണ് റബ്ബിനോട് ഏറ്റവും അടുക്കുക. അതുകൊണ്ട് റബ്ബിനോട് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ചോദിച്ചോളൂ, അടുത്ത് കിട്ടി ചോദിച്ചോളൂ. ഈ ഹദീസ് കേട്ടോളൂ. ഫഅക്സിറു ദുആ, സ്വഹീഹ് മുസ്ലിം. റബ്ബിനോട് അടിമ ഏറ്റവും അടുക്കുന്നത് സുജൂദിലാ, അതുകൊണ്ട് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വല്ലാത്ത അർത്ഥമുണ്ട് ഈ പറഞ്ഞതിന്. റബ്ബിനോട് അടിമ ഏറ്റവും അടുക്കുന്നത് സുജൂദിലായിരിക്കുക. അപ്പൊ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ വർദ്ധിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ രണ്ട് നിലയിൽ ഇത് ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നിസ്കാരത്തിലെ സുജൂദ് ജോഡിയാണല്ലോ. അപ്പൊ നമ്മൾ ജോഡിയായ സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിലെ ഇരുത്തത്തില് ഒരു ദുആ ഉണ്ട്. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, 7 കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ദുആ ഉണ്ട്. അപ്പൊ സുജൂദ് വർദ്ധിപ്പിക്കുക വഴി നമുക്ക് ദുആ കൂടുതൽ കിട്ടുന്നുണ്ട്. നിസ്കാരത്തിലൂടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഏത് ദുആ കിട്ടാ? അതിന്റെ ഇടയിലെ ഇരുത്തത്തിലുള്ള ദുആ കിട്ടുന്നുണ്ട്. ആ ദുആ ആവട്ടെ 7 കാര്യങ്ങൾ ചോദിക്കുന്ന ദുആയാണ്. ആ 7 കാര്യങ്ങളാവട്ടെ ഒരു സൃഷ്ടിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും നിർബന്ധമായ, ഏറ്റവും അനിവാര്യവും, ഏറ്റവും അത്യാവശ്യവും, ഏറ്റവും അമൂല്യവുമായ 7 കാര്യങ്ങളാണ് ചോദിക്കുക. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? റബ്ബി ഗഫിർലി, അള്ളാഹു പുറത്തു തരാൻ, അള്ളാഹു കരുണ ചെയ്യാൻ, അള്ളാഹു പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ, അതുപോലെ തന്നെ നമുക്ക് പുരോഗതി തരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വർഫഅനി വർസുഖ്നി, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വഹ്ദിനി, നമ്മുടെ ഹിദായത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട്, വആഫിനി, നമുക്ക് ഒരു ശല്യമോ ശർറുകളോ രോഗങ്ങളോ അസ്വസ്ഥതകളോ ഇല്ലാതെ സുഖസുന്ദരമായി ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി തരാൻ വേണ്ടി. ഇങ്ങനെ 7 കാര്യം ദുആയിൽ ചോദിക്കാം. അപ്പൊ നിസ്കാരത്തിലൂടെ ഒരാള് ഈ 7 കാര്യങ്ങൾ ചോദിക്കുക എന്നതിനെ, ഈ ദുആഇനെ സുജൂദിന്റെ ഇടയ്ക്ക് കൊണ്ടുവരിക എന്നത് അനിഷേധ്യമായി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോൾ, സുജൂദിന്റെ ഇടയിൽ അള്ളാഹു തന്നെ ഒരു ദുആ വെച്ചതുകൊണ്ട് നമുക്ക് സുജൂദ് വർദ്ധിക്കുന്നതനുസരിച്ച്, നിസ്കാരം വഴി സുജൂദ് വർദ്ധിക്കുന്നതനുസരിച്ച് ദുആ വർദ്ധിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ നിസ്കാരം വഴി നമുക്ക് ദുആയും വർദ്ധിക്കുന്നുണ്ട്. ഏതാ ദുആ? സുജൂദിന്റെ ഇടയിലുള്ള ദുആ. അങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുക എന്നത് അവിടെ ഉണ്ടല്ലോ, സുജൂദിലാണല്ലോ. മാത്രമല്ല സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കൂ എന്നതാണ് ആ പറഞ്ഞതിനർത്ഥം. ഫർദ് നിസ്കാരം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതിന് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ടൈമിലുള്ളത് മാത്രം ചെയ്യാനേ പറ്റും. അപ്പൊ വർദ്ധിപ്പിക്കുക എന്നത് ഫർദിലൂടെ സാധ്യമല്ല. ഫർദിലൂടെ ചെയ്യാൻ പറഞ്ഞത് മാത്രമേ ചെയ്യൂ. ഒരാളിഞ്ഞിപ്പോ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം 10 അസർ നിസ്കരിച്ചിട്ട് കാര്യമില്ല. പിന്നെ അവിടെ വർദ്ധിക്കൽ നടക്കുന്നതും അള്ളാഹുവിലേക്കുള്ള അടുപ്പം സ്ഥാപിക്കപ്പെടുന്നതും സുന്നത്തിലൂടെയാണ്. വലതൊക്കെ കലാ വേണ്ടി കലാ വിട്ടാം, അപ്പോഴും കലാ വിട്ടണം. വർദ്ധിപ്പിക്കുക എന്നതിനോടത്ത് കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ് എന്നതാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരം വർദ്ധിക്കുന്നതോറും ആ മനുഷ്യന്റെ റബ്ബിനോടുള്ള അടുപ്പം വർദ്ധിക്കുന്നു, ദുആ വർദ്ധിക്കുന്നു. അല്ലെങ്കിലും സുന്നത്ത് വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുമെന്നല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നു സുജൂദിലൂടെ. അത് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിക്ക വഴിയാകുമ്പോൾ ആ അടുപ്പം കൂടെയാണ്. കാരണം സുജൂദിലൂടെയും അടുക്കും,
സുന്നത്ത് നിസ്കാരത്തിലൂടെയും അടുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുന്നത്ത് നിസ്കാരത്തിലൂടെ അടിമ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കും എന്നത് വേറെ ഹദീസിലുണ്ട്. സുജൂദിലൂടെ അടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിലൂടെയും അടുപ്പം ഉണ്ട് എന്നത് വേറെ ഹദീസിലുണ്ട്. അത് ഞാൻ പറയാം. സ്വഹീഹുൽ ബുഖാരി അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്റെ അടിമ എന്നോട് സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് വേഗം വേഗം അടുക്കും. അള്ളാഹുവിന്റെ പ്രഖ്യാപനമായ ഒരു ഖുദ്സിയായ ഹദീസാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത് ചെന്നപ്പോൾ അള്ളാഹു അവനെ വല്ലാതെ അങ്ങോട്ട് സ്നേഹിച്ചു. അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിച്ചു. ആ സമയത്തുണ്ടല്ലോ അവൻ പിടിക്കുന്ന കൈ ഞാനാകും അസാധാരണമായ ബർക്കത്തുള്ള കൈ. അവൻ നോക്കുന്ന നോട്ടം അത് ഹറാമിലേക്കാവില്ല. കാരണം ആ കണ്ണിന്റെ നിയന്ത്രണം ഞാനായി മാറും. എങ്ങനെ കിട്ടിയത്? സുന്നത്ത് നിസ്കാരം കൂടിയപ്പോൾ. അവൻ ചിന്തിക്കുന്ന കൽബ് ഞാനാകും, ഹറാം അവൻ ചിന്തിക്കൂല. കാരണം കൽബിന്റെ നിയന്ത്രണം ഞാനാ. അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, ഹറാം അവൻ കേൾക്കൂല. കാരണം കേൾവിയുടെ നിയന്ത്രണം ഞാനാ. അവൻ ചവിട്ടടി മുന്നോട്ട് വെച്ച് നീങ്ങുമ്പോൾ ആ കാലിൽ നിയന്ത്രണം ഞാനാ. ആ കാലൊരിക്കലും ഹറാമിലേക്ക് നടന്നു പോവൂല. എത്രത്തോളം ഇങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചവന്റെ പിന്നാലെ കൂടി അവൻ എന്നോട് എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകും. ഏത് കാര്യത്തിൽ കാവൽ തേടിയാലും ഞാൻ അവനെ കാത്തുകൊള്ളുമെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. സുന്നത്ത് നിസ്കാരത്തിലൂടെ അടിമ അള്ളാഹുവിലേക്ക് വേഗം അടുക്കുന്നു, വേഗം അടുത്തടുത്ത് ചൊല്ലുന്നു. സുജൂദിലൂടെ വേഗം അടുത്തടുത്ത് ചൊല്ലുന്നു. നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് സുന്നത്ത് നിസ്കരിക്കുക എന്നൊരു പ്രചോദനം ഇതിലുണ്ടാവണം. ഇനി കേട്ടോളൂ, സുജൂദ് വർദ്ധിപ്പിക്കുക, അതായത് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. വേഗം പറയാം. ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിം അൻ മിഖ്ദാൻ ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറയുന്നു, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ മിഖ്ദാൻ എന്നവർ കാണാണ്. സൗബാൻ ആരാണ്? മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അവിടുത്തെ കയ്യിലുള്ള പണം മുടക്കി അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്ന നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. നബിക്ക് അങ്ങോട്ട് വല്ലാത്ത ഇഷ്ടം, നബി അങ്ങോട്ട് ഇഷ്ടം അതിലേറെ. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗബാനെ കണ്ടു ഞാൻ ഒരിക്കൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ മഹാനവറുകളോട് ചോദിച്ചു, അഖ്ബിർനി ബിഅമലിൻ അമലുഹു യുദ്ഖിലുനില്ലാഹു ബിഹി അൽ ജന്ന. തൗബാൻ എന്നവരെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത ആളല്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയും ഇഷ്ടക്കാരനുമല്ലേ? ഈ മിഖ്ദാൻ എന്ന് ഞാൻ ചോദിക്കട്ടെ, മിഖ്ദാൻ ഇബ്നു അബീ ത്വൽഹ ചോദിക്കാണ്, എനിക്ക് അങ്ങ് പറഞ്ഞു തരുമോ? ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു തരുമോ? ഹബീബ് പഠിപ്പിച്ച അമലാണിത്. ആ അമലാണെങ്കിൽ ഒന്ന് ചെയ്താൽ എന്നെ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുപ്പിക്ക വഴി, എനിക്ക് സ്വർഗം കിട്ടാൻ ഒരു അമല് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ സൗബാൻ ഒന്നാമത്തെ ചോദ്യത്തിന് വേണ്ടിയിട്ടില്ല. ഫസക്കത സുമ്മ സഅൽതു, മഹാനവറുകളോട് ഞാൻ പിന്നെയും ചോദിച്ചു. ഫസക്കത, അപ്പോഴും മിണ്ടില്ല. സുമ്മ സഅൽതുഹു സാലിസ, കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ മൂന്നാമത് ചോദിച്ചു. എന്തേയും മിണ്ടാതിരുന്നത്? പിണക്കായതുകൊണ്ട് അറിയാനിട്ടോ അല്ല, ആ ചോദിച്ച കാര്യത്തിന് പറയേണ്ട ആൻസർ അത്ര ഗൗരവവും പ്രാധാന്യവും ഉള്ളത് കൊണ്ട് ആ ചോദ്യത്തിന് ഓടി അങ്ങോട്ട് മറുപടി പറയാൻ പറ്റില്ലേ? അത്ര ഗൗരവവും അത്ര പ്രാധാന്യവുമുള്ള കാര്യമാണ് അതിന്റെ ആൻസർ. മൂന്നാമത് ചോദിച്ചപ്പോ സൗബാൻ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, സഅൽതു അൻ ദാലിക റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബിയോട് ഇന്ന് നീ ചോദിച്ച ചോദ്യം അന്ന് ഞാൻ ചോദിച്ചിരുന്നു. മിഖ്ദാൻ ഇബ്നു അബീ ത്വൽഹ, താങ്കൾ ഇന്ന് എന്നോട് ചോദിച്ച ഇതേ ചോദ്യം അന്ന് ഞാൻ നബിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരമൽ ചെയ്താൽ അള്ളാഹുവിന് ഇഷ്ടം കിട്ടും, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും, അതോടൊപ്പം എന്നെ സ്വർഗത്തിലും കയറ്റും. അങ്ങനത്തെ ഒരു അമൽ പറഞ്ഞു തരാൻ ഞാൻ അന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടെ നിന്ന് എന്നോട് പറഞ്ഞ മറുപടി, അലൈക ബികസറത്തി സുജൂദി ലില്ലാഹ്, അള്ളാഹുവിന് കൂടുതൽ സുജൂദ് ചെയ്യാനുള്ള സന്ദർഭങ്ങളെ സൃഷ്ടിക്കൂ എന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് കൂടുതൽ സുന്നത്ത് നിസ്കാരങ്ങളുമായി ഹയാത്താവൂ എന്നതാണ് അതിന്റെ അർത്ഥം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജാ, കാരണം ഒരു സുജൂദ് കൊണ്ട് നിനക്ക് അള്ളാഹുവിങ്കൽ ഒരു പദവിയാ കൂടുതൽ കിട്ടാ. അതുപോലെ തന്നെ വഹുത്ത അൻഹു വഹത്ത അൻക ബിഹാ ഖതിആ,
നിന്റെ പാപം അല്ലാഹു കിഴിച്ചു കളയും, മാച്ചു കളയും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മിഅ്ദാൻ പറയാണ്, സുമ്മ ലഖീതു അബദ്ദർദാ, പിന്നെ തൗബാനെ കണ്ട് സന്തോഷായി ഈ ഹദീസും പഠിച്ചു. സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ, സുജൂദ് വർദ്ധിച്ചാൽ, അതായത് സുന്നത്ത് നിസ്കാരം വർദ്ധിച്ചാൽ സ്വർഗ്ഗത്തിൽ പോവാം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ ഹദീസ് ഞാൻ പഠിച്ചിട്ട് തൗബാൻ എന്ന മഹാനായ സ്വഹാബിയുടെ അടുത്ത് ഞാൻ പിന്നെ ഇറങ്ങി അങ്ങ് പോയി. എന്റെ യാത്ര തുടർന്നപ്പോൾ ഞാൻ അവിടെ വെച്ചാണ് സ്വഹാബി പ്രമുഖനായ മറ്റൊരു മഹാനെ ഞാൻ കണ്ടത്. അബൂദർദാ എന്ന മഹാനായ സ്വഹാബിയെ, വേറെ സ്വഹാബിയെ ഞാൻ പിന്നെയും കണ്ടു. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിച്ചു. സൗബാനോട് ചോദിച്ചു, അതേ ചോദ്യം ഞാൻ ചോദിച്ചു. അപ്പോൾ അബൂദർദാ എന്നോട് പറഞ്ഞു, മിസ്ലമാ ഖാല ലി സൗബാൻ, സൗബാൻ എന്നോട് പറഞ്ഞ റളിയല്ലാഹു അൻഹു അതേ ഉത്തരം തന്നെയാണ്, അതേ ശൈലിയിൽ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു എന്ന് മഹാനായ മിഅ്ദാൻ ഇബ്നു അബീ തൽഹ എന്നവർ പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. അപ്പൊ സുജൂദ് വർദ്ധിപ്പിക്കൂ, അള്ളാഹുവോട് ദുആ ചെയ്ത് ഉത്തരം നേടൂ എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ രണ്ട് നിലയിൽ നമുക്കിത് വിലയിരുത്താന്ന് പറഞ്ഞു അല്ലേ. ഒന്ന്, നിസ്കാരത്തിലെ സുജൂദ് ജോഡിയാകുമ്പോൾ നിസ്കാരം വർദ്ധിക്ക വഴി, അതായത് സുന്നത്ത് നിസ്കാരം വർദ്ധിക്ക വഴി അതിന്റെ ഇടയിലുള്ള സുജൂദിന്റെ ഇടയിലുള്ള ആ ഇരുത്തത്തിൽ ദുആ അങ്ങനെ വർദ്ധിക്ക വഴി ദുആ വർദ്ധിക്കുന്നുണ്ട്. രണ്ടാമത്, ഒരു നിസ്കാരം കഴിഞ്ഞതിന് പുറമെ നമുക്ക് നിസ്കാരത്തിന്റെ പുറത്ത് നമുക്ക് ദുആ വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പോഴും ഉത്തരമുണ്ട്. അല്ലെങ്കിൽ ശുക്റിന്റെ സുജൂദ് ചെയ്യാം, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക, അങ്ങനെയുള്ള സുജൂദിന്റെ മറ്റു സന്ദർഭങ്ങളുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച ഇൻഷാ അല്ലാഹ് വിഷയം കർമ്മശാസ്ത്ര ബന്ധിതമായി തന്നെ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശുക്റിന്റെ സുജൂദും തിലാവത്തിന്റെ സുജൂദും വേറെ പറയുന്നുണ്ട്. ശുക്റിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, സഹ്വിന്റെ സുജൂദ്, അത് നമ്മുടെ ഈ ചർച്ചയിൽ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർമ്മശാസ്ത്ര ബന്ധിതമായി തന്നെ നമുക്കിത് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും സുജൂദിന് പുറമെ, അല്ല നിസ്കാരത്തിന് പുറമെ സുജൂദ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ദുആ അതിനുശേഷം വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ നിസ്കാര ശേഷം ദുആ വർദ്ധിപ്പിക്കാം. അപ്പോഴും നമുക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.